റളിയല്ലാഹു ആയിഷ ബീവിയോട് ചോദിക്കുന്നുണ്ട്, മുത്തുനബി എങ്ങനെയാ വീട് അടിച്ചു വാരി തരും, പാത്രം കഴുകി തരും, ചെരുപ്പ് ശരിയാക്കും, ബക്കറ്റ് ശരിയാക്കും, അടുക്കളപ്പണിയിൽ സഹായിക്കും, ഞാൻ എന്ത് ചെയ്യുമോ എന്റെ പിന്നിൽ തന്നെ മുത്തുനബി വരും. ഉദാഹരണം, ഞാൻ ഒരു ഇറച്ചി കഷ്ണം മാംസ കഷ്ണം കടിച്ചു തന്നാൽ അതിന്റെ ബാക്കി ഞാൻ പല്ല് വെച്ച അതേ സ്പേസിൽ തങ്ങൾ പല്ല് വെച്ച് കടിക്കും. ആടിന്റെ പാല് കുടിച്ചാൽ അത് ബാക്കി വാങ്ങിയിട്ട് ഗ്ലാസ് ഇങ്ങനെ കറക്കിയിട്ട് ഞാൻ ചുണ്ടു വെച്ച സ്ഥലത്ത് കുടിക്കും. ഇനി ഒരു സ്ഥലത്ത് ഇരുന്നാലോ എന്നെ ചാരി ഇരുന്നിട്ട് അവിടുന്ന് ഖുർആൻ ഓതാം. എന്തൊരു മനോഹരമായ ലൈഫ്. ഏഴാനാകാശവും അഖിലാണ്ട ലോകവും സർവസ്വങ്ങളും കണ്ടിട്ട് വന്നിട്ട് ഈ ലോകം മുഴുവൻ കീഴടക്കിയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്ന് പറയണ്ടല്ലോ, എന്തിനാ ഈ പണ്ടത്തെ ഖദീജ ബീവി വഫാത്തായില്ലേ, പിന്നെന്തിനാ ഈ ഖദീജ ബീവിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതിന് തങ്ങളുടെ മറുപടി എന്താ? ഇന്നി റുസിഖ്തു ഹുബ്ബഹ. നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഖദീജാനോടുള്ള പ്രേമം എന്റെ തലയിൽ കയറിപ്പോയി, അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതൊരു ചോക്ലേറ്റും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹാപ്പി ഇട്ടിട്ടുള്ള ഹാപ്പി ബർത്ത്ഡേ ആക്കിയിട്ടുള്ള സ്റ്റാറ്റസിലെ സ്നേഹമല്ല പറഞ്ഞത്, ഹൃദയത്തിലാണ് ഭാര്യക്ക് സ്പേസ് കൊടുത്തിരിക്കുന്നത്.